ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കസിൻസൊക്കെ വന്ന ദിവസമായിരുന്നു. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അച്ഛനെ വിളിച്ച് പറഞ്ഞ് നമ്മുടെ കസിൻസ് പിള്ളേരെ സെറ്റുകളൊക്കെ വീട്ടിൽ വരുന്നെന്ന്. പിന്നെ അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പൊക്കെ ആയി. പിന്നെ വന്നപ്പോഴേക്ക് അച്ഛനെ പോർക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ അപ്പവും ചെയ്യാമെന്ന് വെച്ചു, ഡിന്നറ് അതിരണ്ട് ചെയ്യാമെന്ന് വെച്ചു. അതിന് അപ്പമൊക്കെ ഫ്രിഡ്ജിലതൊക്കെ എടുത്ത് വെളിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കസിൻസ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സന്തോഷങ്ങളും കാര്യങ്ങളെല്ലാം ഒക്കെ പ്രകടമാക്കി എല്ലാം കഴിഞ്ഞ് അവരെല്ലാം ഒരിടത്ത് സെറ്റാക്കി. പിന്നെ ഞാൻ ജോലിയിലേക്ക് കടന്നു. പിന്നെ നോൺ വെജ് അതായത് അച്ഛൻ പറഞ്ഞു, അച്ഛൻ എല്ലാം കുക്ക് ചെയ്തോളാമെന്ന്. അപ്പം ഞാൻ അസിസ്റ്റൻ്റായിട്ട് കൂടെ നിന്നോളാൻ പറഞ്ഞു. അപ്പം നോൺ വെജൊക്കെ അച്ഛൻ നല്ല രീതിയിൽ വെക്കും. അപ്പം അതുകൊണ്ട് അച്ഛൻ ആ ജോലി ഏറ്റെടുത്തു. അപ്പം അടുത്ത് പറഞ്ഞു ഉള്ളിയും അതും ഇതൊക്കെ ഉള്ളിയും അതിന് വേണ്ട എല്ലാം അരിഞ്ഞ് ക്ലീനാക്കി വെച്ചേക്കാൻ പറഞ്ഞു. എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് അപ്പം ഞാനതെല്ലാം അരിഞ്ഞ് ക്ലീനാക്കുകയാണ്. എല്ലാം എനിക്ക് എടുത്ത് വെച്ച് തന്നായിരുന്നു എത്ര ഉള്ളി ഇതെല്ലാം. അപ്പോഴാണ് അച്ഛൻ്റെ മോനോട് വെളിയിൽ വന്ന് ജനലവിടെ നിന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. അപ്പം അങ്ങനെ ആ കുക്കിങ്ങിലേക്ക് കടന്നു. അതിനെ കഴുകി വൃത്തിയാക്കി വെച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് തുടങ്ങി. ഉള്ളിയൊക്കെ അരിയാണ്. അപ്പം ഈടമോന് എൻ്റെ അടുത്ത് വന്നു, അമ്മയെ ഇവിടെ വന്നിരിക്കുന്നൊക്കെ. അങ്ങനെ ആശാൻ അങ്ങോട്ട് പോയി. കാരണം ഈടമോന് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ന്. കാരണം അവരെല്ലാം പെട്ടെന്ന് സർപ്രൈസായിട്ട് കയറി വന്നു. അവരോട് ഇടയ്ക്കൊക്കെ അവർ വരുന്നതാണ്, ഇങ്ങനെ ലീവൊക്കെ ഉള്ളപ്പം എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് ഒത്തുകൂടുന്നതാണ്. അപ്പം ഇന്നവർ വന്നു. അപ്പോൾ ഈടമോൻ അവരോടൊക്കെ കളിച്ചും ഒക്കെ അവന് ഇരിക്കും. അവൻ ഓക്കെ. അപ്പം അരിഞ്ഞരിഞ്ഞെൻ്റെ കണ്ണൊക്കെ നീറി കണ്ണീരൊക്കെ വരുന്നൊരവസ്ഥയിലാണ്. അപ്പം അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനി ഉള്ളി ഇഞ്ചിയും അതിനെയും ഒന്ന് ചതച്ച് അതെല്ലാം അരിഞ്ഞ് കഴുകി വെച്ച് പിന്നെ ചതകിൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു നല്ലൊരു ഗ്രൈൻഡറാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അറൗണ്ട് ഒരു 350 റേഞ്ചിലൊക്കെ വരും. നല്ല രീതിയിൽ സ്മാഷായി കിട്ടും. ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിലാണ് സ്മാഷ് ചെയ്തിരുന്നത്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ 2 വർഷമായി ഞാൻ വാങ്ങിച്ചിട്ട്. ക്വാളിറ്റി വൈസ് ഓക്കെയാണ്. ഞാനെല്ലാം സ്മാഷ് ചെയ്ത് അതെല്ലാം അപ്പം കഴുകി ക്ലീനാക്കി വെച്ചു. പിന്നെ പോർക്ക് എല്ലാം അരിഞ്ഞ് അതും ക്ലീനാക്കി വെച്ചതുണ്ടായിരുന്നു. അതെല്ലാം ക്ലീനാക്കി വെക്കുവാണ്. ഇതാണ്. അപ്പം ഇവർ വരുമ്പോഴേക്ക് എപ്പോഴും ഫ്രിഡ്ജിലായിരിക്കും. കാരണം ഫ്രിഡ്ജിൽ ഞാൻ എപ്പോഴും വെള്ളമൊക്കെ നിറച്ച് വെക്കും. കാരണം എപ്പോഴും അവർ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്താൽ ചൂടുവെള്ളത്തോട് താല്പര്യമില്ല. തണുത്ത വെള്ളം മതി. തണുത്ത വെള്ളം നിറച്ച് വെച്ച് പാത്രമെല്ലാം കഴുകി പോർക്ക് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പാൻ വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് അതിനകത്ത് അരിഞ്ഞ സവാളയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഓൾമോസ്റ്റ് ഉള്ളിയൊക്കെ വഴണ്ട് സെറ്റായിട്ടുണ്ട്. ഇതെന്നെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ പിന്നെ അവരുടെ അടുത്തൊക്കെ പോയിരുന്ന് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടമ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടി കളിപ്പാട്ടമൊക്കെ എടുത്ത് അവരുടെ ദേഹത്തൊക്കെ ഇടുക. കാരണം അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വന്നപ്പോഴേ അവരുമായിട്ടൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റൊക്കെ ആയിരുന്നു. കളിയും ഒക്കെ ആയിട്ട് ഇരിക്കും. ഇപ്പോൾ അവർ സിനിമ കാണാതിരുന്നപ്പോൾ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ബുക്കും കളിപ്പാട്ടവും ഒക്കെ എടുത്ത് അവരുടെ ദേഹത്തൊക്കെ ഇടുകയാണ്.
ഈടമോൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈടമോൻ അവരുടെ കളിക്കാനും ഒക്കെ കിട്ടുന്നൊരവസരം അവനത് ഭയങ്കരമായിട്ട്. പിന്നെ അങ്ങനെ ഉള്ളിയൊക്കെ വഴട്ടി മസാലയൊക്കെ ആക്കി വേറെ പാത്രത്തിലോട്ടൊക്കെ മാറ്റി. അപ്പോഴത്തേന് ഈടമോൻ ഇങ്ങ് വന്നു. കാരണം ഉറങ്ങാനൊക്കെയുള്ള ടൈമായി കുഞ്ഞിനെ. ഇപ്പോൾ ഓൾറെഡി തന്നെ 11:30 ആയി. മോൻ ഈ സമയമല്ല 10 മണിയാകുമ്പോഴേ ഞാൻ ഓർക്കും. കാരണം പ്ലേ സ്കൂളിലും എനിക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കിടക്കും. കഴിവതും നേരത്തെ കുഞ്ഞിനെ ഉറക്കാൻ നോക്കും. കാരണം മോന് പ്ലേ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ എഴുന്നേൽപ്പിക്കുന്നില്ല. 8:30 ഞാൻ പോകുമ്പോൾ കുഞ്ഞിനെയും പ്ലേ സ്കൂളിലോട്ട് വിടുക. ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അച്ചാച്ചന് നല്ല സപ്പോർട്ടാണ്. കുക്കിങ്ങിനായാലും കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്യും. കിച്ചണിൽ ഒരുമിച്ച് ഇന്ന് ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഒരുമിച്ച് ഇന്ന് കുക്കൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈടമോനെ ഉറക്കി. പിന്നെ അവിടേക്ക് ഞാനൊന്ന് എല്ലാം ഒന്ന് എടുത്ത് വെക്കണം. കുഞ്ഞ് കളിച്ച കളിപ്പാട്ടമൊക്കെ എല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം പറക്കി കുഞ്ഞിനൊരു ബോക്സ് ഉണ്ട്, അതെല്ലാം അടുക്കി ഒതുക്കി ഒരിടത്തോട്ട് മാറ്റി വെക്കും. ഞാൻ ഡെയിലി അങ്ങനെയാണ്. കാരണം കുഞ്ഞ് കളിച്ച് അവിടെ ഇവിടെ എല്ലാം കളിപ്പാട്ടം എല്ലാം ഇടുമ്പോൾ അതെല്ലാം അവിടുന്ന് ഇവിടുന്ന് എല്ലാം പറക്കി കുഞ്ഞിൻ്റെ ബോക്സിനകത്തിട്ട് മാറ്റി വെക്കും. പിന്നെ അവൻ രാവിലെ ആകുമ്പം വീണ്ടും അതേപോലെ അടുത്തങ്ങനെ. എനിക്ക് നേരെ നടക്കാൻ താല്പര്യമില്ല. പിന്നെ കിച്ചണിൽ കയറി പിന്നെ അവിടുന്ന് എല്ലാം തൊട്ടൊന്ന് ഒതുക്കാൻ തുടങ്ങി. കറക്കി വെച്ച് കഴിഞ്ഞപ്പോഴേ പാത്രമെല്ലാം പിന്നെ നിരന്നു. അപ്പോൾ അതെല്ലാം ഒരു സൈഡിലൂടെ ഒതുക്കണം. കാരണം എല്ലാം കൂടി പിന്നെ ലാസ്റ്റ് കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ പാടാം. അപ്പം എനിക്കാണെങ്കിൽ അധികം പാത്രം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് അവിടേക്ക് ഒന്ന് റെഡിയാക്കി വെക്കും. പിന്നെ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ അതെല്ലാം കാറ്റ് കയറി പൂത്ത് പോകണ്ടെന്ന് വെച്ച് നല്ല രീതിയിൽ ബാൻഡിട്ട് ഞാൻ പൊട്ടിച്ച മസാലകളൊക്കെ ആ ഒരു ബോക്സിനകത്താണ് ഇട്ട് വെക്കുന്നത്. അങ്ങനെ ആ ബോക്സിനകത്തെല്ലാം ആക്കി റെഡിയാക്കി സെറ്റാക്കി വെച്ചു. പിന്നെ എല്ലാം പാത്രം ഒരേ സൈഡിൽ നിന്ന് കഴുകി എല്ലാം ഒതുക്കി വെക്കുകയാണ്. പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തിനി അപ്പം ചുടാനൊക്കെ ഉള്ള കാരണം കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അപ്പം ചുട്ട് തുടങ്ങാനുള്ള കഴിക്കുമ്പോൾ അപ്പം ചുട്ട് കഴിക്കുന്നതാണ് നല്ലത്. കാരണം ചൂടോടെ നമുക്ക് കഴിക്കാമല്ലോ. അപ്പം അങ്ങനെ അപ്പച്ചട്ടിയൊക്കെ എടുത്ത് നല്ലതൊന്ന് വാഷ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കൊക്കെ ഒന്ന് വിശന്ന് തുടങ്ങി, ഏകദേശം വിശന്നൊക്കെ തുടങ്ങി. അങ്ങനെ അപ്പം ചുടാനൊക്കെയുള്ള തയ്യാറെടുപ്പാണിനി. അങ്ങനെ കറിയൊക്കെ ആയി ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു. അച്ഛൻ വെച്ചതല്ലേ, എങ്ങനെയുണ്ടെന്നൊക്കെ, ഉപ്പുണ്ടോ എരിവുണ്ടോ എല്ലാം കറക്റ്റാണോ എന്നൊക്കെ അറിയാൻ അവർക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. പിന്നെ അപ്പം ഒഴിച്ചു, അപ്പത്തിന് വെച്ചിട്ടുണ്ട്. കഴിക്കുമ്പോൾ അപ്പം ചുട്ട് കൊടുക്കുക ചെയ്യുന്നത്. കാരണം അപ്പം നമുക്ക് ചൂടോട് കഴിക്കാൻ വേണ്ടി. പിന്നെ എല്ലാവരും കഴിച്ച് കഥകളൊക്കെ പറഞ്ഞായിരിക്കുകയാണ്. അച്ഛൻ വെക്കുന്ന നോൺ വെജ് ഭയങ്കര ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെടും അച്ഛൻ. ആ ഒരു എല്ലാവരുടെയും ആ ഒരു ടേസ്റ്റ് അനുസരിച്ചാണ് വെക്കുന്നത്. പിന്നെ അവസാനം എൻ്റെ ഒരു ഊഴമായി. അച്ഛനുള്ളതൊക്കെ ചുട്ട് അച്ഛൻ വെച്ചു. അങ്ങനെ ഞാനങ്ങ് ഒരുമിച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു, എല്ലാം ആയതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കിലോട്ട് പോയിരുന്നു.
പിന്നെ ഇനിയിപ്പോൾ അച്ഛനാണ് പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഉടനെ കിടക്കണം. കാരണം നാളെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അധികം തിരക്ക് എല്ലാവരും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് ഓക്കെ ഒക്കെ പറഞ്ഞ് കിടക്കാനുള്ള പ്ലാനാണ്. അവരിനി കിടക്കണമെങ്കിൽ ഒരുപാട് ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോടെല്ലാം ഗുഡ് നൈറ്റ് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് കിടക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ബാക്കി വീഡിയോ നാളെ വരുന്നുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്, ബായ്.